ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്വേഷണം പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടില്ല. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കഴിഞ്ഞ ദിവസം SIT ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നിട്ടും കൃത്യമായ വിവരം ലഭിച്ചില്ലെന്നാണ് സൂചന. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണം ഉരുക്കിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് 3 പ്രതികളും. എന്നാൽ അങ്ങനെയല്ല എന്ന നിഗമനത്തിലാണ് SIT. പിന്നീട് ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. പ്രതികൾ ആ കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുന്നുമില്ല. ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെയും കട്ടളയിൽ പതിച്ചിരുന്ന 7 പാളികളും തൂണുകളിലുണ്ടായിരുന്ന 2 പാളികളുമാണ് മോഷണം പോയിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് ഏതാണ്ട് 600 ഗ്രാം സ്വർണം മോഷ്ടിച്ചെടുത്തതാണെന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ SIT അത് വിശ്വസിച്ചിട്ടില്ല. ഏതായാലും ഈ മാസം പകുതിയോടെ SITക്ക് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തോ അതോ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് കൈമാറിയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.